ഒഴുക്ക് നിലച്ച ഉത്തരപള്ളിയാറിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയതായി പരാതി. ഒരു കാലത്ത് വെൺമണി, ആല, ചെറിയനാട്, പുലിയൂർ, ബുധനൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കാർഷിക സമൃദ്ധിക്ക് സംഭാവനകൾ നൽകിയ നദി കയ്യേറ്റം മൂലവും മാലിന്യം തള്ളുന്നത് മൂലവും നാശത്തിന്റെ വക്കിലാണ്. ഒഴുക്ക് നിലച്ച ഉത്തരപള്ളിയാറിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയതായാണ് പരാതി ഉയരുന്നത്. വെൺമണി അച്ചൻകോവിലാറിൽ നിന്നും ഉത്ഭവിച്ച് ബുധനൂർ, ഇല്ലിമല, പമ്പയാറിൽ അവസാനിച്ചിരുന്ന ഉത്തരപള്ളിയാർ നദീ കയ്യേറ്റം മൂലം നിലവിൽ പുലിയൂർ, കുളിക്കാമ്പാലം വരെ മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് വെൺമണി, ആല, ചെറിയനാട്, പുലിയൂർ, ബുധനൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കാർഷിക സമൃദ്ധിക്ക് സംഭാവനകൾ നൽകിയ നദി കയ്യേറ്റം മൂലവും മാലിന്യം തള്ളുന്നത് മൂലവും നാശത്തിന്റെ വക്കിലാണ്. നദിയുടെ കരകളിൽ താമസിക്കുന്നവർക്ക് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ബാധിക്കുന്നുമുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ തുടർച്ചയായി മാലിന്യം തള്ളിയതുമൂലം നദിയിലെ ജലം കറുത്ത നിറത്തിലേക്ക് മാറുകയും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലം ഉപയോഗശൂന്യമാകുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു. നിരന്തരമായി ഈ കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളുകയും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ നടന്നു പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഇവിടുത്തെ വാർഡ് മെമ്പർ മറ്റ് ആളുകൾ എല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൽ ഒരു വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വാഹനം പിടിച്ചെടുത്ത ഓണർക്കും അതിൻ്റെ ഡ്രൈവർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം ഈ നാട്ടിലെ ആളുകൾക്ക് കുടിവെള്ളം പോലും കുടിക്കാൻ സാധിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇതിന് വേണ്ട നടപടി പോലീസ് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ ബിജു, വൈസ് പ്രസിഡന്റ് രാജേഷ്, വാർഡ് മെമ്പർമാരായ രാജേഷ് കുമാർ, ആർ ജിജു, ഉമ്മൻ ഇടിക്കുള തുടങ്ങിയവർ വെൺമണി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വെൺമണി SHO രാജേഷ് സംഭവസ്ഥലം സന്ദർശിക്കുകയും തുടർ നടപടികൾ ഊർജിതമാക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. 8ാം വാർഡിൽ കക്കൂസ് മാലിന്യം ഉത്തരപള്ളിയാറിൽ നിക്ഷേപിച്ചതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് അന്വേഷണത്തിന് വന്നതാണ്. കഴിഞ്ഞ മാസത്തിലും ഉത്തരപള്ളിയാറിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെൺമണി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു കക്കൂസ് മാലിന്യം തള്ളുന്ന വണ്ടി പിടിക്കുകയും ചെയ്തു. അതൊരു മലപ്പുറത്തുകാരുടെയാണെന്നാണ് നമ്മളെ വണ്ടിയുടെ RC ബുക്കിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വീണ്ടും കഴിഞ്ഞ മാസം 21-ാം തീയതി കോടിവളഞ്ഞ് ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തും കൊണ്ട് മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഈ ആറ്റിക്കൂടെ ഒഴുകി കറുത്ത നിറത്തിലാണ് വെള്ളം ഒഴുകുന്നത്. അത് ഇവിടുത്തെ കിണറുകളിലെല്ലാം വ്യാപിച്ചിട്ട് കിണറ്റിലെ വെള്ളത്തിനും ആ ഒരു കറുത്ത കളറാണ്. കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടുത്തെ കിണറ്റിലെ വെള്ളത്തിനും. അത് നമ്മുടെ ആദ്യത്തെ വണ്ടിക്കാരല്ല രണ്ടാമത് കൊണ്ടടിച്ചേക്കുന്നത്. അത് ഉടനെ തന്നെ പിടിക്കാവുന്ന CI നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോടതിയിലോട്ട് ആ വണ്ടിയുടെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നും ഇവിടെ പെട്രോളിംഗ് നടത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് CI നമുക്ക് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോന്നിട്ടുള്ളത്. CDNet ന്യൂസ്, മാവേലിക്കര.